മഴക്കാല മുന്നൊരുക്കങ്ങൾ കൃത്യതയോടെ നടപ്പാക്കണമെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. മഴക്കാലത്തുണ്ടാകാനിടയുള്ള അപകടങ്ങൾ മുൻകൂട്ടി കണ്ട് മനുഷ്യരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാനുള്ള നടപടികൾ വേഗതയോടെയും കൃത്യതയോടെയും സ്വീകരിക്കണമെന്ന് ജില്ലയുടെ ചുമതലയുള്ള ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി അനൂപ് ജേക്കബ് നിർദ്ദേശിച്ചു. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഓക്സിജൻ ദ ലാപ്ടോപ്പ് എക്സ്പെർട്ട്. മഴക്കാല മുന്നൊരുക്കങ്ങൾ വിലയിരുത്താൻ കളക്ടറേറ്റിൽ ചേർന്ന യോഗത്തിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മണ്ണിടിച്ചിൽ ഇടുക്കി ജില്ലയുടെ സവിശേഷ പ്രകൃതി ദുരന്തമാണ്. ഇതൊഴിവാക്കാൻ റോഡുകളുടെ ഭിത്തികൾ ശാസ്ത്രീയമായി സംരക്ഷിക്കാൻ ദേശീയപാത അതോറിറ്റിയും പൊതുമരാമത്ത് വിഭാഗവും ശ്രദ്ധിക്കണം. കാലാവസ്ഥയിൽ വരുന്ന മാറ്റങ്ങൾ സർക്കാർ സസൂക്ഷ്മം നിരീക്ഷിച്ചു വരികയാണെന്നും മന്ത്രി പറഞ്ഞു. മഴക്കാല മുന്നൊരുക്ക മീറ്റിംഗ് ആണ് വിളിച്ചു ചേർത്തത്. അതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്തിരുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഓൺലൈനിലായിട്ട് 30-ാം തീയതി ഒരു മീറ്റിംഗ് വിളിച്ചിരുന്നു. അതിൻ്റെ തുടർച്ചയായിട്ടാണ് എല്ലാ ജില്ലകളിലും ഇത്തരത്തിലുള്ള മീറ്റിങ്ങുകൾ കണക്കാക്കിക്കൊണ്ട് ചുമതലയുള്ള മന്ത്രിമാരുടെ നേതൃത്വത്തിൽ വിളിക്കുന്നത്. ഇടുക്കി ജില്ലയുടെ ചുമതല എനിക്കാണ് നൽകിയിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് യോഗം കൂടിയത്. ഇന്നിവിടെ എല്ലാ വകുപ്പുകളുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ ഡിസ്കസ് ചെയ്തിരുന്നു. LSGD, ഒപ്പം തന്നെ PWD, ഹൈവേസ്, ഫോറസ്റ്റ്, ഇറിഗേഷൻ, KSEB, അനുബന്ധമായ റവന്യൂ അടക്കമുള്ള എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ ഡിസ്കസ് ചെയ്തു. അതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ടും ഞങ്ങൾ നോക്കിയത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു അപകടം കടന്നു വരുന്ന സാഹചര്യത്തിൽ ഒരു ഡിസാസ്റ്റർ ഫോഴ്സി ചെയ്തുകൊണ്ടുള്ള നടപടികളിലേക്ക് നീങ്ങുക എന്നുള്ളതാണ്. അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാലുള്ള മുന്നൊരുക്കം എങ്ങനെയാണെന്നതിനെ സംബന്ധിച്ചുള്ള വിലയിരുത്തലാണ് ഇന്ന് കൂടുതൽ നടത്തിയത്. വൾണറബിൾ ഏരിയാസ് ഓൾറെഡി ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട് എല്ലാ താലൂക്കുകളിലും. അതനുസരിച്ച് അവിടെയുള്ള മാറ്റിപ്പാർപ്പിക്കേണ്ട ഇങ്ങനൊരു അപകടകരമായ സാഹചര്യം വന്നാൽ ഒരു അപകടം ഉണ്ടാവാവുന്ന സ്ഥലം കണക്കാക്കി അവിടെ നിന്ന് മാറ്റിപ്പാർപ്പിക്കേണ്ടവരുടെ ലിസ്റ്റ് എടുക്കുകയും അതനുസരിച്ച് ക്യാമ്പുകൾ സജ്ജമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതെങ്കിലും ഡേഞ്ചർ സിറ്റുവേഷൻ വരുവാണെങ്കിൽ ജില്ലാ ഭരണകൂടത്തിൽ നിന്നുള്ള നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത്തരത്തിലുള്ള കുടുംബങ്ങളെ അടിയന്തരമായി മാറ്റിപ്പാർപ്പിക്കാനുള്ള സ്ഥലങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്ത് മാറ്റിപ്പാർപ്പിക്കും. അതിനകത്ത് 2 ക്യാമ്പുകൾ കൂടി ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് ഈ ആഴ്ച തന്നെ അതിൻ്റെ നടപടികൾ പൂർത്തിയാവും. പിന്നെ ഒപ്പം തന്നെ അതിനോടനുബന്ധിച്ചുള്ള ആംബുലൻസ് സൗകര്യങ്ങൾ, JCB അടക്കമുള്ള എല്ലാ മെറ്റീരിയൽസ്, എക്യുപ്മെൻറ്റ്സ് ഫയർഫോഴ്സും പോലീസും റവന്യൂവും കേന്ദ്രീകൃതമായി അത് നൽകിയിട്ടുണ്ട്. പോലീസ് ആവശ്യപ്പെട്ടത് അവർക്ക് ഡ്രോൺ സേവനത്തിൻ്റെ ഒരു ആവശ്യകത ഇന്നത്തെ മീറ്റിങ്ങിൽ അവർ ഉന്നയിച്ചിട്ടുണ്ട്. അതിനുവേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കാൻ കളക്ടറോട് നിർദ്ദേശിച്ചിട്ടുമുണ്ട്. അതിനുള്ള ക്രമീകരണങ്ങൾ ഉണ്ടാവും. കാരണം ഡ്രോൺ സൗകര്യങ്ങളുണ്ടെങ്കിൽ കുറച്ചുകൂടി ഏതെങ്കിലും നമുക്ക് കണ്ടെത്താൻ കഴിയാത്ത സ്ഥലങ്ങളിൽ ഡ്രോണിൻ്റെ സേവനങ്ങൾ ഉപയോഗിച്ച് വിവിധ ഇഷ്യൂസ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്ത് എടുക്കുക എന്നുള്ളതാണ് അതുവഴി ലക്ഷ്യം വെച്ചിരിക്കുന്നത്. അപ്പോൾ ഒപ്പം തന്നെ മരുന്നുകളുടെ ക്രമീകരണങ്ങളെക്കുറിച്ചും ഒക്കെയുള്ള വിലയിരുത്തൽ നടത്തി ഓരോ ആശുപത്രികൾ അങ്ങനെയുള്ള എല്ലാ കേന്ദ്രീകൃതമായി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഓരോ വർഷം ചെല്ലുന്തോറും കാലാവസ്ഥയിൽ വലിയ മാറ്റങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും ചെറിയ ഒരു മാറ്റം പോലും സസൂക്ഷ്മം നിരീക്ഷിച്ചുകൊണ്ടാണ് ഗവൺമെൻറ് മുമ്പോട്ട് പോവുകയുള്ളൂ. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റും അതിൻ്റേതായ കേന്ദ്രീകൃതമായ നിലയിൽ തന്നെയാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ വരുന്ന ചെറിയ മാറ്റങ്ങൾ പോലും ശ്രദ്ധിച്ച് ഏതെങ്കിലും തരത്തിലുള്ള ഡേഞ്ചറസ് സിറ്റുവേഷൻ വന്നാൽ അപ്പോൾ തന്നെ ആ മേഖലയിലുള്ളവരെ മാറ്റിപ്പാർപ്പിക്കാനുള്ള നടപടികളിലേക്ക് കടക്കും. KSEBക്ക് പ്രത്യേകമായ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ആവശ്യമായ എക്യുപ്മെൻറ്റ്സ്, അതായത് മെറ്റീരിയൽസ് കളക്ട് ചെയ്ത് വെക്കുക എന്നുള്ളത്. ഈ പറഞ്ഞതുപോലെ പോസ്റ്റുകളോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ട് വന്നാൽ അത് എത്തിക്കാനുള്ള നടപടികൾ ഉണ്ടാവാനുള്ള നിർദ്ദേശങ്ങൾ അക്കാര്യത്തിൽ നൽകിയിട്ടുണ്ട്. ഡാം സേഫ്റ്റി റിപ്പോർട്ട് അനുസരിച്ച് ഇപ്പോൾ നിലവിൽ ഡാമുകളുടെ വാട്ടർ ലെവല് സാധാരണ നോർമൽ രീതിയിലേക്ക് തന്നെ എത്തിയിട്ടില്ല എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ആസ് ഓഫ് നൗ മഴയൊക്കെ വരുന്നതനുസരിച്ച് എന്താണെന്നുള്ളത് നമുക്ക് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ആരോഗ്യ മേഖലയിൽ മൈഗ്രൻ്റ് ലേബേഴ്സിനെ പൂർണ്ണമായും നിരീക്ഷിച്ചാണ് വരുന്നത്. എല്ലാ പ്രാവശ്യവും ഉള്ളതുപോലെ ചില കേസുകൾ, ഇപ്പോൾ മലേറിയ പോലുള്ള ചില കേസുകൾ ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതെല്ലാം സ്ക്രീൻ ചെയ്ത് അത് ഐഡൻറ്റിഫൈ ചെയ്ത് തന്നെയാണ് പോകുന്നത്. അത് എല്ലാ വർഷവും റുട്ടീനായിട്ട് വരുന്ന ഒരു പ്രതിസന്ധി ആണെങ്കിൽ പോലും അത് കൃത്യമായി മാനേജ് ചെയ്ത് പോകാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടാവുകയില്ല. എങ്കിൽ പോലും മൈഗ്രൻ്റ് ലേബേഴ്സിനെ അടക്കം അതിനെ പ്രത്യേകമായി ശ്രദ്ധിച്ചാണ് അക്കാര്യത്തിൽ പോകുന്നത്. അത് കൂടുതലും അങ്ങനെയുള്ളവരിലാണ് കണ്ടെത്താറുമുള്ളത്. പിന്നെ വേറെ ഏതെങ്കിലും പനിയോ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് മോണിറ്റർ ചെയ്താണ് നീങ്ങാൻ നിർദ്ദേശം ആരോഗ്യവകുപ്പിന് നൽകിയിട്ടുണ്ട്. സ്കൂളുകളിലെല്ലാം ഫിറ്റ്നസ് എടുത്തിട്ടുണ്ട്. അത് ഏതാനും സ്കൂളുകളിലെയാണ്
റിപ്പോർട്ട് ചെയ്യാനുള്ളത് അത് ബന്ധപ്പെട്ട വിദ്യാഭ്യാസ ഓഫീസർക്ക് അതിൻ്റെ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അംഗനവാടികളെ സംബന്ധിച്ചും അതിനോടനുബന്ധമായ പരിശോധനകൾ കൃത്യമായ നിലയിൽ കൊണ്ടുപോകണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പിന്നെ അപകടകരമായ മരങ്ങൾ മുറിച്ചു മാറ്റുന്നതുമായി ബന്ധപ്പെട്ട ആശയക്കുഴപ്പം ഇന്നത്തെ മീറ്റിങ്ങിൽ വന്നു. അത് ഉണ്ടാവാത്ത നിലയിൽ കളക്ടറിൻ്റെ ഏകോപനത്തിൽ പോകാനും ഡേഞ്ചറസ് ആയിട്ടുള്ള മരങ്ങൾ ഇമ്മീഡിയറ്റ് ആയിട്ട് റിമൂവ് ചെയ്യണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അത് ഏത് വകുപ്പിൻ്റെ കീഴിൽ വരുന്ന മരമാണ് എന്നുള്ളതല്ല, മരം അപകടമാണോ അടിയന്തരമായിട്ട് അത് മുറിച്ചു മാറ്റും. പോലീസിന് ഡ്രോണുകൾ ലഭ്യമാക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് മന്ത്രി അറിയിച്ചു. മഴക്കാല രോഗങ്ങൾ നിയന്ത്രിക്കാൻ ആവശ്യത്തിന് മരുന്നുകൾ ആശുപത്രികളിൽ ഉറപ്പാക്കാൻ മന്ത്രി ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് നിർദ്ദേശം നൽകി. ജില്ലയിൽ കൺട്രോൾ റൂമുകളുടെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ടെന്ന് ജില്ലാ കളക്ടർ ഡോക്ടർ ദിനേശൻ ചെറുവാട്ട് അറിയിച്ചു. അപകട സാധ്യതയുള്ള പ്രദേശങ്ങളിൽ നിന്ന് ആളുകളെ മാറ്റിപ്പാർപ്പിക്കാനുള്ള ക്യാമ്പുകൾ കണ്ടെത്തിയിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ 34 പേരടങ്ങുന്ന NDRFന്റെ ഒരു യൂണിറ്റ് ജില്ലയിൽ സജ്ജമാക്കിയിട്ടുണ്ട്. സ്കൂൾ കെട്ടിടങ്ങൾ പരിശോധിച്ച് ഫിറ്റ്നസ് ഉറപ്പാക്കാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. CBSE സ്കൂൾ കെട്ടിടങ്ങളുടെ സുരക്ഷ പരിശോധിച്ച് ഉറപ്പാക്കാൻ നടപടിയെടുത്തിട്ടുണ്ട്. ഡാമുകളിലെ ജലനിരപ്പ് സുരക്ഷിതമായ നിലയിലാണെന്ന് അധികൃതർ യോഗത്തിൽ അറിയിച്ചു. വനഭൂമിയിൽ നിന്ന് റോഡുകളിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു നീക്കാൻ വനംവകുപ്പ് മുൻകൈയെടുക്കണമെന്ന് ഗവൺമെന്റ് ചീഫ് വിപ്പ് അബു ജോൺ ജോസഫ് യോഗത്തിൽ പറഞ്ഞു. അനധികൃത നിർമ്മാണങ്ങളും സാഹസിക ടൂറിസം സംരംഭങ്ങളും ജില്ലയിൽ കൂടി വരുന്ന സാഹചര്യമുണ്ടെന്ന് റോയി കെ പൌലോസ് MLA യോഗത്തിൽ ചൂണ്ടിക്കാട്ടി. വാർഡ് തലത്തിൽ ഇത്തരം സാഹസിക ടൂറിസം സംരംഭങ്ങളുടെ കണക്ക് തയ്യാറാക്കിയിട്ടുണ്ടെന്നും ഇതിന്റെ സുരക്ഷ പരിശോധിക്കാൻ ഒരു ടെക്നിക്കൽ കമ്മിറ്റിയെ നിയോഗിച്ചിട്ടുണ്ടെന്നും കളക്ടർ അറിയിച്ചു. ജൂൺ 15-ന് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് ലഭ്യമാകും. സുരക്ഷിതമല്ലാത്തവ ഉടൻ നിർത്തിവെക്കാൻ നോട്ടീസ് നൽകും. ഉപയോഗശൂന്യമായ പാറമടകൾ മൂടുകയോ വേലികെട്ടി സംരക്ഷിക്കുകയോ വേണമെന്ന് സേനാപതി വേണു MLA ആവശ്യപ്പെട്ടു. പതിവായി അപകടമുണ്ടാകുന്ന തൂവൽ വെള്ളച്ചാട്ടം പോലുള്ള സ്ഥലങ്ങൾ സഞ്ചാരികളും കുട്ടികളും ഇറങ്ങാത്ത വിധത്തിൽ വേലികെട്ടി സംരക്ഷിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. സുരേഖ് തോമസ് MLA, ജില്ലാ പോലീസ് മേധാവി സാബു മാത്യു KM, ദേവികുളം സബ് കളക്ടർ VM ആര്യ, ഇടുക്കി സബ് കളക്ടർ അനൂപ് ഗാർഗ്, ADM S ശ്രീജിത്ത്, വിവിധ വകുപ്പുകളിലെ ജില്ലാ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. ഇടുക്കിയിലെ വിനോസ് ചെറുതോണി. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത്. Looking for the latest laptops? Looking for the best offers? Let's go to our expert. Oxygen, the laptop expert.